നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. വില്ലേജിൽ വിജിലൻസ് റെയ്ഡ്. കോഴിക്കോട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിവാദത്തിലായ ചെമ്പനോട വില്ലേജിൽ വിജിലൻസ് റെയ്ഡ്. മിന്നൽ പരിശോധന. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ക്രമക്കേട് കണ്ടെത്തിയാൽ ഇന്നു തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനും ഉത്തരവ്. അതേസമയം ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുന്നതായ പരാതിയിൽ തെളിവെടുപ്പിന് റവന്യൂ വകുപ്പ്. പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ ചെമ്പനോടയിൽ നേരിട്ടെത്തി തെളിവെടുക്കും. അഴിമതി ആക്ഷേപം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും വിജിലൻസ് പരിശോധനയ്ക്ക് നിർദ്ദേശം. അതിനിടെ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. നടപടിക്രമങ്ങളിൽ അനാവശ്യ കാലതാമസം വരുത്തി. വിഷയത്തിൽ വില്ലേജ് ഓഫീസർക്കും അസിസ്റ്റന്റിനും തുല്യ ഉത്തരവാദിത്തമെന്നും സർക്കാരിന് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശം. വിശദാന്വേഷണം നടത്താൻ ഡെപ്യൂട്ടി കളക്ടർക്ക് ചുമതല. വീട്ടിൽ മദ്യം വിളമ്പാം. സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് എക്സൈസ് അനുമതി വേണ്ടെന്ന തീർപ്പുമായി ഹൈക്കോടതി. വീട്ടിൽ അനുവദനീയമായ അളവിൽ മദ്യം സൂക്ഷിക്കുന്നതിന് തടസ്സമില്ല. വീടുകളിൽ നടക്കുന്ന ചടങ്ങിൽ മദ്യം വിളമ്പിയാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇടപെടരുതെന്നും സ്വകാര്യ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശം. മൊഴിയിൽ പുതുവഴി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വഴിത്തിരിവായി വീണ്ടും മൊഴിയെടുപ്പ്. ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ നടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത് മുഖ്യപ്രതിക്കൊപ്പം ജയിലിൽ കഴിഞ്ഞയാളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തെ പ്രമുഖരെ ചോദ്യം ചെയ്യുമെന്ന് സൂചന. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് സിനിമാ രംഗത്തെ പ്രമുഖനെന്ന് പൾസർ സുനി പറഞ്ഞതായി പോലീസിനോട് വെളിപ്പെടുത്തിയത് സഹതടവുകാരനായ ജിൻസ്. മജിസ്ട്രേറ്റിന് നൽകുന്ന രഹസ്യമൊഴിയിലും ഇയാൾ ഇക്കാര്യം ആവർത്തിച്ചാൽ കേസ് വഴിതിരിയും. ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ എന്ന് സുനി പറഞ്ഞതായി നടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. മോഷണക്കേസ് പ്രതിയായ ജിൻസ് കാക്കനാട് ജില്ലാ ജയിലിൽ പൾസർ സുനിക്കൊപ്പം ഉണ്ടായിരുന്നത് 10 ദിവസം. നടിയെ ആക്രമിച്ചതിന് പിന്നിലെ രഹസ്യങ്ങൾ ഈ ദിവസങ്ങളിൽ സുനി തന്നോട് വെളിപ്പെടുത്തിയതായി ജിൻസ്. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ യുവനടി കാറിൽ ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ ഫെബ്രുവരി 17-ന്. തീരാത്ത പോലീസ് പോര്. പോലീസ് ആസ്ഥാനത്ത് നേർക്കുനേർ പോര് നിർത്താതെ ടോമിൻ തച്ചങ്കരിയും TP സെൻകുമാറും. ഡ്യൂട്ടി ഓഫീസറെ മാറ്റി നിയമിച്ച തച്ചങ്കരിയുടെ ഉത്തരവ് റദ്ദാക്കി പോലീസ് മേധാവി. അത്തരം ഉത്തരവിറക്കാൻ തച്ചങ്കരിക്ക് അധികാരമില്ലെന്ന് വിശദീകരണം. എന്നാൽ സെൻകുമാറിന്റെ നടപടിക്കെതിരെ സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങി ADGP. അതേസമയം സർക്കാരിനെതിരെ സെൻകുമാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായി സൂചന. പോലീസ് മേധാവി സ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന ആക്ഷേപം. ചീഫ് സെക്രട്ടറിയുടെ നടപടികൾ കോടതിയെ ലക്ഷ്യമെന്നുകാട്ടി സെൻകുമാർ നിയമ നടപടിക്ക് എന്നും റിപ്പോർട്ട്. ആകാശത്തെ വിജയക്കുതിപ്പ്. ആകാശത്തിലെ ഇന്ത്യയുടെ 6ാം കണ്ണുമായി PSLV C-38 ഭ്രമണപഥത്തിൽ. കാർട്ടോസാറ്റ് 2 അടക്കം 31 ഉപഗ്രഹങ്ങളുമായി PSLV ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്നത് രാവിലെ 9:29-ന്. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ മിന്നലാക്രമണത്തിന് വിവരങ്ങൾ നൽകിയ കാർട്ടോസാറ്റ് ശ്രേണിയിലെ 6ാമത് ഉപഗ്രഹമാണ് ISRO വിക്ഷേപിച്ച C-38. വിക്ഷേപണം വിജയകരമെന്ന് ISRO. PSLVയുടെ 40ാം ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയത് ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള 29 ഉപഗ്രഹങ്ങളും 100 ഇസ്ലാം സർവകലാശാലയുടെ ന്യൂസാറ്റും. വിദേശ ഉപഗ്രഹങ്ങൾ കൂടി ഉള്ളതിനാൽ PSLV 38-ന്റേത് ഇന്ത്യയുടെ വാണിജ്യ വിക്ഷേപം കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.